കോട്ടയത്ത് മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആശങ്കയായി നിൽക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെയോടുകൂടി മഴ ഒന്ന് കുറഞ്ഞെങ്കിൽ കൂടി ഇന്നലെയൊക്കെ പെയ്ത വെള്ളമൊക്കെ ഈ മിനച്ചിലാറിലൂടെയും മണിമലയാറിലൂടെയും ഒക്കെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് എത്തി നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളുടെയൊക്കെ വീട് ഒക്കെ മുങ്ങുന്ന ഇതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അമ്മ, വീട്ടിലേക്ക് വെള്ളം കയറിയോ? വെള്ളം ഞങ്ങൾക്ക് നിൽക്കാൻ പോലും അവിടെ മേല അതുപോലെ വെള്ളം. എൻ്റെ ഒത്തിരി സാധനങ്ങൾ പോയി, അരി എല്ലാം പോയി. വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? മോളും മോനും ഉണ്ട്. അവര് മാറിയിട്ടില്ല അല്ലേ? മാറിയില്ല, എന്നാൽ എല്ലാം വെള്ളത്തിൽ കിടക്കുക. മോനെ പെരക്കകത്ത് അളമാരി കാട്ടിലും മെത്ത എല്ലാം വെള്ളത്തിൽ. അത് ഇട്ടേച്ചെങ്ങനെയാ പോരുന്നു, പൊക്കി വെച്ചോണ്ടിരുന്നു. മുട്ടറ്റം വെള്ളമുണ്ട്, മൊത്തം വെള്ളമല്ലേ. പിന്നെ ഒരു മോനുള്ളതാണ് 2 അറ്റാക്കായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ആണ്. അവനും അവൻ്റെ മകനും അവൻ്റെ ഭാര്യയും അവരവിടെ നിന്ന് പോകുന്നില്ല. എന്നെ ഇവർ വന്ന് ഫയർഫോഴ്സുകാർ വന്ന് ഞങ്ങളെ എല്ലാം ഇങ്ങ് കൊണ്ടുവന്നു. ഞങ്ങൾ കൂടുതുണി അല്ലാതെ യാതൊരു സാധനമില്ല, എല്ലാം നശിച്ചു പോയി. സാധാരണ വെള്ളം കയറുന്ന പ്രദേശം കൂടിയാണല്ലേ? ചില സ്ഥലങ്ങളിൽ കയറും, എല്ലായിടത്തും കയറത്തില്ല. ഇതിപ്പോൾ ഇന്നലത്തെ ആ മഴയെ തുടർന്ന് ഇന്നലെ രാവിലെ തൊട്ട് കനത്ത മഴയായിരുന്നു. അതിനോടനുബന്ധിച്ച് വൈകിട്ടായപ്പോഴത്തേന് 12 മണി ആയപ്പോഴത്തേക്കിനാണ് ഈ 2-3 പുതുപ്പള്ളിയുടെ 2-3 ഏരിയകളിൽ വെള്ളം കയറിയത്. വെള്ളം കയറിയ വീട്ടിലൊക്കെ അയ്യോ, വെള്ളം കയറിയെന്ന് തലയ്ക്ക് മുകളിലായിരുന്നു വെള്ളം, പെരയ്ക്ക് മീതെ അതുപോലെ വെള്ളം. കണ്ടെത്തറമ്പാ ഞങ്ങളുടെ വീട്, ഇങ്ങനെ കിടക്കുന്നു. ഇന്ന് രാവിലെയാണോ ഇങ്ങോട്ട് വന്നേ? അതെ. ഇന്നലെ മഴ പെയ്ത സമയത്തൊക്കെ എങ്ങനെയായിരുന്നു? നല്ല വെള്ളം അവിടെ ഇരിക്കുക. അവസാനം അടുപ്പിൻ്റെ മോളിൽ പാതകത്തെ കയറി വരെ ഇരിക്കേണ്ടി വന്നു. അവിടുന്ന് ശകലം തവിച്ചപ്പോൾ ഇറങ്ങിപ്പോന്ന രാത്രിയിലും പകലൊക്കെ ഒരു രീതിയിലാണ് കഴിച്ചു കൂട്ടിയത്. വെള്ളത്തിൽ ഇറങ്ങിപ്പോന്ന ഇവരിൽ ഇടവും വല്ലതും പിടിച്ചോണ്ടല്ലേ എന്നെ ഒഴുക്കി കൊണ്ടുപോയാലും. ഇതുപോലെ വെള്ളം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാനും പകലാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയേ ഉള്ളൂ. അതിൽ നിന്നാണ് പോകുന്നത്. ഭയങ്കര വെള്ളം. ഇത് അങ്ങനെ ഞാൻ വെള്ളത്തിൽ കിടന്നിട്ടില്ല, അതുപോലെ വെള്ളമായിരുന്നു കിടന്നിട്ട്. വെള്ളക്കെട്ട് തന്നെയാണ് കോട്ടയത്തെ സംബന്ധിച്ച് ഏറ്റവും ദുരിതമായി നിൽക്കുന്നത്. പ്രത്യേകിച്ച് പുതുപ്പള്ളി, വാകത്താനം, മീനടം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.